എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുള്ളാണ്. കാറ്ററിംഗുകാർ ഓർഡർ അനുസരിച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് ചേർക്കുന്ന സ്പെഷ്യൽ മസാല കൂട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കൂടി ഞാൻ കാണിച്ചു തരുന്നത്. ഇന്നത്തെ ഈ ഒരു മസാലയിൽ ഞാൻ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം നല്ല ഫ്ലേവറോട് കൂടി തന്നെ ഇങ്ങനെ പൊടിച്ചെടുക്കാമെന്നാണ് നമ്മുടെ വീഡിയോയിൽ കൂടെ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. ഇനി നമുക്ക് പെരിഞ്ജീരകം എങ്ങനെയാണ് പൊടിച്ചെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 1/4 കിലോ അളവിൽ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. ഇനി നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് വരാം. നമ്മൾ പെരിഞ്ജീരകമൊക്കെ വാങ്ങിക്കുമ്പോൾ കഴുകി ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. കാരണം ഇതിലേക്ക് പെരിഞ്ജീരകത്തിന് നല്ല ഫ്രഷ്നെസ് കിട്ടാനായിട്ട് കളറൊക്കെ ചേർത്താണ് നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത്. കൈയൊന്നും നനച്ചിട്ട് ഇതുപോലെ തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം ധാരാളം പൊടിയും അഴുക്കും ഒക്കെ ഉണ്ടാകും. അപ്പൊ അതൊക്കെ കഴുകി കളഞ്ഞ് ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ശരീരാരോഗ്യത്തിന് നല്ലത്. ഞാനിത് കഴുകി ഒരു അരിപ്പയിലൂടെ ഊറ്റി വെയിലത്തിട്ട് ഉണക്കിയിട്ടാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പോകുന്നത്. അങ്ങനെ ഞാനിവിടെ പെരിഞ്ജീരകം കഴുകി വെള്ളമെല്ലാം പോയി വന്നപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് നിരത്തിയിട്ടുണ്ട്. നല്ല വെയിലുള്ള സമയമാണ്. ഒരു ദിവസത്തെ വെയിൽ കൊണ്ടാൽ നല്ല പപ്പടം പോലെ ഉണങ്ങും കേട്ടോ. പിന്നെ നമുക്കിത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തിട്ട് വരാം. ഇനി നമുക്ക് പെരിഞ്ജീരകം പൊടിച്ചെടുക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് 1/4 കിലോ പെരിഞ്ജീരകം കഴുകി വെയിലത്തിട്ട് ഉണക്കിയെടുത്തിട്ടുള്ളതാണ്. ഇത് നല്ല ചൂടായി കിടക്കുന്ന പാനിലേക്ക് ചേർക്കാം. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ചെറിയ തീയിലേക്ക് ഫ്ലെയിം മാറ്റാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് ചേരുവകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ആദ്യമേ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 3-4 നല്ല ഫ്രഷ് ആയിട്ടുള്ള ബേ ലീഫാണ്. ഇതൊരു 6 ഇലയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ബേ ലീഫ് ചേർക്കുന്നത് നമ്മുടെ ഈ ഒരു പെരിഞ്ജീരക പൗഡറിന് നല്ലൊരു സ്വാദ് കിട്ടും. ഇനി ചെറിയ തീയിൽ വെച്ച് തന്നെ നമുക്ക് ഓരോ ചേരുവകളും ചേർത്ത് കൊടുക്കാം. ബേ ലീഫ് നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള ഇല കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഉണങ്ങിയ ഇലയും ചേർക്കാവുന്നതാണ്. ഈ ഒരു ഇല ചേർക്കുമ്പോഴാണ് നല്ലൊരു സ്മെല്ലൊക്കെ തന്നെ കിട്ടുന്നത്. ഇനി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള ചേരുവകൾ കൂടെ ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 2 ടീസ്പൂൺ അളവിലെ കുരുമുളകാണ്. ഇനി ഇതിലേക്ക് ഇതുപോലൊരു കഷ്ണം ചുക്ക്. ഈ ചുക്ക് നിങ്ങളുടെ കൈവശമില്ലെങ്കിൽ ഇഞ്ചിയും ചേർക്കാവുന്നതാണ്. നമുക്കിതൊന്ന് ചെറുതായിട്ട് ഒടിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. വീണ്ടും ഇളക്കി കൊടുക്കാം. കറികളൊക്കെ തയ്യാറാക്കുന്ന സമയത്തും മീനൊക്കെ മസാല പുരട്ടിയെടുക്കുന്ന സമയത്തും ഇതൊരു ടീസ്പൂൺ അളവിൽ ചേർക്കുവാണെങ്കിൽ നല്ലൊരു സ്വാദാണ് നമുക്ക് കിട്ടുക. നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും ഇതിലേക്ക് ഒരു പിടിയോളം കാഷ്യൂ ചേർക്കാം. വീണ്ടും ഇളക്കി കൊടുക്കാം. നമ്മുടെ ഈ ഒരു പൊടിക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരു 8 ഏലക്ക ചേർക്കുന്നുണ്ട്. വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. 3 ഗ്രാമ്പു കൂടെ ചേർക്കുന്നുണ്ട്. ഇത്രയുമായാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു തണ്ട് കറിവേപ്പിലയാണ്. കറിവേപ്പിലയും നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു പ്രത്യേക കാര്യം കൂടെ ചേർക്കണം. അത് നിങ്ങളുടെ കൈവശം ഇല്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കണം. നിങ്ങളുടെ കൈവശം ഇതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർക്കുക. ഇത് രമ്പയില, ബിരിയാണി കൈതോല എന്നും അറിയപ്പെടുന്നുണ്ട്. ഇതെല്ലാ നഴ്സറികളിലും വാങ്ങാൻ പറ്റുന്നൊരു ചെടിയാണ് കേട്ടോ. ഇത് ബിരിയാണിയൊക്കെ വെക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഇല ഈ ഒരു രീതിയിൽ നമ്മൾ ദം ചെയ്തെടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് കെട്ടി ആ ഒരു റൈസിലേക്ക് വെച്ച് കൊടുക്കുവാണെങ്കിൽ നമ്മൾ തയ്യാറാക്കുന്ന ബിരിയാണിക്ക് ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും കിട്ടുക. ഞാനിപ്പോൾ ഈ ഒരു ഇല ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് നമുക്കിതുപോലെ ഒന്ന് ഒടിച്ചൊടിച്ച് ചേർക്കാം. കറുവയില സാധാരണയായിട്ട് മിക്ക സ്ഥലങ്ങളിലും ഉള്ള ഒന്നാണ് കേട്ടോ. പിന്നെ ഇത് ചെറിയ തീയിൽ വെച്ച് തന്നെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. പെരിഞ്ജീരകം പൊടിക്കുന്ന സമയത്ത് ഇതിലേക്ക് സജീരകം എന്ന് പറയുന്ന ഒരു ജീരകം ഉണ്ട്. അതൊരു കറുത്ത കളറിലാണ് ഉണ്ടാവുക. അത് കിട്ടുവാണെങ്കിൽ നമ്മൾ ഇപ്പോൾ എടുത്തിട്ടുള്ള ഈ ഒരു 1/4 കിലോ അളവിന് ഒരു 50 ഗ്രാം അല്ലെങ്കിൽ 25 ഗ്രാം അളവിൽ ഇതിലേക്ക് ചേർത്ത് വറുത്തെടുക്കുന്നത് നല്ലതാണ്. സജീരകം നമ്മൾ ബിരിയാണിയൊക്കെ തയ്യാറാക്കുമ്പോൾ ചേർക്കുന്നതാണ്. അതുപോലെ നമ്മൾ മസാലകളിലൊക്കെ ചേർക്കാറുണ്ട്. കൂടുതൽ അളവിൽ ചേർക്കരുത്. കുറഞ്ഞ അളവിൽ മാത്രം ചേർക്കുന്ന ഒരു ജീരകമാണ്. പിന്നെ ഇതെല്ലാം ഒന്ന് മൂത്ത് വരണം. അതുവരെയും നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കല്ലുപ്പും കൂടി ചേർത്ത് കൊടുക്കണം. കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് പൊടിച്ചെടുക്കുന്നതിനും ഒരുപാട് കാലം ഈ ഒരു പൊടി നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്നതിനും വേണ്ടിയിട്ടാണ്. മീനൊക്കെ മസാല പുരട്ടുമ്പോൾ ഉപ്പൊക്കെ കുറഞ്ഞ അളവിൽ ചേർത്ത് കുഴച്ചെടുത്താൽ മതിയാകും. കല്ലുപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും വറുത്തെടുക്കുവാണ്. ജീരകമൊക്കെ നല്ലതുപോലെ മൂപ്പായി തുടങ്ങുമ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് പൊട്ടിത്തുടങ്ങും. അതുവരെയാണ് നമുക്ക് വറുത്തെടുക്കേണ്ടത്. ഇപ്പോൾ ജീരകം ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കിത് കേൾക്കാമല്ലോ. ഈ ഒരു പാകത്തിൽ പൊട്ടി വരുന്ന സമയത്ത്
പെട്ടെന്ന് വേണം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. ഇപ്പോൾ പെരിഞ്ജീരകം നല്ലോണം തന്നെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നല്ലവണ്ണം മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടെ ചേർക്കണം. ഇപ്പോൾ നമ്മുടെ ജീരകം നല്ലതുപോലെ ഒന്ന് പൊട്ടി മൂപ്പായി വന്നിട്ടുണ്ട്. ഇനി ഉടൻ തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ ജീരകപ്പൊടിക്ക് നല്ല കളറാണ് കിട്ടുക. നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കുക. ഇനി പാനിൻ്റെ ചൂടാറി വരുമ്പോഴേക്കും നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് പൊടിച്ചുകൂടി എടുക്കണം. മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. പാനിന് ഇപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ ആ ഒരു മൂപ്പെത്തി വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അങ്ങനെ നമ്മുടെ പെരിഞ്ജീരകം ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പെരിഞ്ജീരകത്തിൻ്റെ ചുടക്കൊന്ന് ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ജീരകം പൊടിച്ചെടുക്കാനായിട്ട് നല്ല ഉണങ്ങിയിട്ടുള്ള മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. നിങ്ങളത് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ചെയ്ത് വെക്കുവാണെങ്കിൽ നല്ല എയർ ടൈറ്റുള്ള ഒരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റി വെക്കണം. അതുപോലെ പൊടിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന മിക്സി കയ്യിൽ ഇതിനൊന്നും ഒരു തുള്ളി പോലും വെള്ളമയം ഉണ്ടാവരുത്. അങ്ങനെ ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മൾ ഒറ്റ തവണ കൊണ്ട് തന്നെ നമ്മുടെ പെരിഞ്ജീരകം പൊടിച്ചത് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഭസ്മം പോലെ തന്നെ നമുക്ക് പൊടിച്ചെടുക്കാനും സാധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടി ഒരു ബൗളിലേക്ക് മാറ്റാം. നമ്മൾ എടുത്തിട്ടുള്ള അളവുകൾ വെച്ചിട്ട് നമുക്ക് ഇത്രയും പൊടിയാണ് കിട്ടിയിട്ടുള്ളത്. നല്ല ചൂടുണ്ട്. ഈ ഒരു ചൂടൊന്ന് ആറി വരുമ്പോഴേക്കും ഒരു എയർ ടൈറ്റുള്ള കുപ്പിയിലേക്ക് മാറ്റി നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു പൊടി ചേർത്ത് കറി തയ്യാറാക്കുമ്പോൾ അയൽപക്കത്തുള്ള വീട്ടുകാർ പോലും ചോദിക്കും നിങ്ങളുടെ വീട്ടിൽ എന്താണ് നിങ്ങൾ ചെയ്തിട്ടുള്ളതെന്ന്. അത്രയും നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു പൊടിയാണ്. നല്ലൊരു സ്മെല്ലാണ്. ഞാനിവിടെ പൊടിച്ചപ്പോൾ തന്നെ എന്നോട് അപ്പുറമുള്ള ആൾക്കാരൊക്കെ ചോദിച്ചു എന്ത് പൊടിയാണ് വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയിലോട്ടോ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും വീടുകളിൽ തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മസാലപ്പൊടിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യം മറക്കല്ലേ. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പറാകാനും മറക്കല്ലേ. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.